തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ കുന്നിൻ മുകളിലെ പ്രശസ്തമായ ക്ഷേത്ര പരിസരത്ത് വെച്ച് വലിയൊരു വാനര സംഘത്തിന്റെ ആക്രമണത്തിൽ ഭയന്നോടിയ 24-കാരിയായ നവവധു താഴ്ചയിലേക്ക് വീണ തൽക്ഷണം മരിച്ചു. ആ വാർത്ത കൂടി പുറത്തു വരികയാണ്. തൂത്തുക്കുടി സൗത്ത് തിറ്റംകുളം സ്വദേശിനിയായ അനിതയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഭർത്താവിനൊപ്പം ക്ഷേത്ര ദർശനം നടത്തി സന്തോഷത്തോടുകൂടി മടങ്ങുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 1 മാസം മാത്രം തികയുമ്പോഴാണ് പ്രിയതമന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അനിത മരണത്തിലേക്ക് വീണത്. കഴിഞ്ഞ മാസമായിരുന്നു അനിതയും 29-കാരനായ സരേഷും തമ്മിലുള്ള വിവാഹം നടന്നത്. കഴിഞ്ഞ മാസമായിരുന്നു അനിതയും 29-കാരനായ സുരേഷും തമ്മിലുള്ള വിവാഹം നടന്നത്. വിദേശത്ത് നല്ല ജോലിയുള്ള സുരേഷ് കല്യാണത്തിനായാണ് കഴിഞ്ഞ മാസം നാട്ടിലെത്തിയത്. ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ ദിനങ്ങൾ ആഘോഷത്തിനിടയിലാണ് ഇരുവരും ഈ കഴുകുമലയിലുള്ള പ്രശസ്തമായ ക്ഷേത്രത്തിൽ എത്തിയത്. ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുരങ്ങുകൾക്ക് ഊട്ടാനായി ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് ഒരു പറ്റം വാനര സംഘം ആക്രമിക്കാനായി ഈ അനിതയുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട് ഭയന്നോടിയാണ് മലമുകളിൽ നിന്നും താഴ്ചയിലേക്ക് വീണത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇവർ സമീപത്തുള്ള ഉച്ചിപ്പിള്ളയാർ മേഖലയിലെ മലമുകളിലെ കാഴ്ചകൾ കാണാനായി കയറുകയായിരുന്നു. പാറക്കെട്ടുകളും കാടും നിറഞ്ഞ ഈ പ്രദേശം ധാരാളം കുരങ്ങന്മാരുടെ പ്രധാന വാസ കേന്ദ്രം കൂടിയാണ്. മലമുകളിലെ കാഴ്ചകൾ കാണുന്നതിനിടയിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ അനിതയും സുരേഷും അവിടെ ഉണ്ടായിരുന്ന കുരങ്ങന്മാർക്ക് നൽകാൻ തുടങ്ങി. എന്നാൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു വാനര സംഘം പെട്ടെന്ന് അനിതയ്ക്ക് ചുറ്റും കൂടുകയായിരുന്നു. ഭക്ഷണത്തിനായി കുരങ്ങന്മാർ അനിതയുടെ മേലേക്ക് ചാടാൻ ശ്രമിച്ചതായാണ് വിവരം. പെട്ടെന്ന് വലിയൊരു കൂട്ടം കുരങ്ങന്മാർ ചുറ്റും കൂടിയതോടെ അനിത ഭയന്നുപോയി. വാനര സംഘത്തിൽ നിന്നും രക്ഷപ്പെടാൻ പിന്നോട്ട് മാറാൻ ശ്രമിക്കുന്നിടയിൽ കാല് വഴുതി ബാലൻസ് തെറ്റി അനിത കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. കുന്നിൻ മുകളിൽ നിന്നും കുത്തനെയുള്ള താഴ്ചയിലേക്ക് വീണ അനിത തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൺമുന്നിൽ ഭാര്യ താഴേക്ക് പതിക്കുന്നത് കണ്ട് ഓടിയെത്തിയ ഭർത്താവ് സുരേഷ് അനിതയുടെ ചോര വാർന്ന മൃതദേഹത്തിന് മുൻപിലിരുന്ന് അലമുറയിട്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കരളലിയിപ്പിക്കുന്നതായി ഇപ്പോൾ മാറുകയാണ്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് മലയിടുക്കിൽ നിന്നും അനിതയുടെ മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അപകടത്തിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിച്ച് വരികയാണ്.